ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ണം കുറയാൻ വേണ്ടി മാത്രമല്ല, ചാടിയ വയറ് കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ്. നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഒരു 20 മിനിറ്റ് മുന്നോ 10 മിനിറ്റ് മുന്നോ ഇത് കുടിച്ചതിന് ശേഷം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പിൻ്റെ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളം സിന്നമൺ പൗഡറാണ്, അതായത് കറുവപ്പട്ടേൻ്റെ പൊടി. കറുവപ്പട്ട ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഫേക്കും ഉണ്ട് അതേപോലെ തന്നെ ഒറിജിനലും ഉണ്ട്. ഒരിക്കലും ഫേക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ക്യുമിൻ സീഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിന്നമൺ പൗഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് സിലോൺ സിന്നമൺ തന്നെ ആയിരിക്കണം. ഫേക്ക് യൂസ് ചെയ്താൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം മാത്രമേ അത് ചെയ്യൂ. അപ്പോൾ ഫേക്ക് ഏതാ ഒറിജിനൽ ഏതാണെന്ന് മനസ്സിലാവാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിന്നമണിൻ്റെ ഒറിജിനലും ഫേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. അതേപോലെ തന്നെ മേലെ കാണുന്ന ഈ ഐ കാർഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ വരുന്ന വീഡിയോ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സിന്നമൺ പൗഡർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായി തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഒഴിച്ച 1.5 കപ്പ് എന്നുള്ളത് 1 കപ്പാകുന്ന രീതിക്ക് വേണം ഇത് തിളക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 കപ്പ് വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അരിക്കാണ്ട് ഒഴിക്കരുത്, അപ്പോൾ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് ദിവസവും രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. രാവിലെ വെറും വയറ്റിൽ ഇത് കുടിച്ചതിന് ശേഷം മിനിമം ഒരു 20 മിനിറ്റെങ്കിലും കഴിയാണ്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് കുടിച്ചതിന് ശേഷം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ചാടിയ വയറ് കുറയാൻ, അതുപോലെ തന്നെ ഈ പ്രസവശേഷം ചാടിയ വയറ് കുറയാനും എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ നല്ല ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കുന്നതാണ്. സിന്നമൺ ആയാലും ജീരക ആയാലും എന്താ പറയുക, കൊഴുപ്പ് ഉരുക്കിക്കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. Thanks for watching.